ഇത് ഫ്രീ ആണ്. ഇതിൽ 2, ഇതിൽ 2. അത് അങ്ങനെ ട്രാഫിക്കിന് ഒഴിച്ചിടും കേട്ടോ. കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ ഗേറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് ഇനി എങ്ങനെയാണ് ടോൾ ഗേറ്റ് വരുന്നത്, എത്ര ട്രാക്ക് ഉണ്ടാകും കോഴിക്കോട് ഈ ഒരു ഭാഗത്തുള്ള ടോൾ ഗേറ്റിൽ നിന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതേപോലെ മലാപ്പുറം ഓവർപാസിനടിയിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ പുതിയ വിശേഷങ്ങളും ടോൾ ഗേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിംഗ് കമ്പനിയാണ്. 8 മുതൽ 25 വർഷം വരെ വാറൻറ്റി കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും നല്ല വാട്ടർ പ്രൂഫിംഗ് കമ്പനിയാണ് വെറ്റ്ഫിക്സ് കേട്ടോ. വിശ്വസ്തയോടെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കമ്പനിയാണ്. മുക്കിലും മൂലക്കലും എല്ലാം ഇവർ വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകയെന്നുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് അറിയാൻ പറ്റും. വാട്ടർ പ്രൂഫിംഗ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടാകും, പക്ഷെ നല്ല രീതിയിൽ നല്ല വിശ്വസ്തയോടെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള കമ്പനിയാണ് വെറ്റ്ഫിക്സ് എന്ന കമ്പനി. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ. അപ്പോൾ കോഴിക്കോട് ടോൾ ഗേറ്റ് ഒരുപാട് ആൾക്കാർക്കുള്ളൊരു ഡൗട്ടായിരുന്നു. കോഴിക്കോട് ബൈപ്പാസിൽ എവിടെയാണ് ടോൾ ഗേറ്റ് വരുന്നത്, എത്ര കിലോമീറ്റർ ഇടവിട്ടിട്ടാണ് ടോൾ ഗേറ്റ് വരുന്നത്, എങ്ങനെയാണ് കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ ഗേറ്റ് വരുന്നത് എന്നൊക്കെ സുഹൃത്തുക്കളെ, ഒരു സൈഡിലോട്ട് 5ഉം ഒരു സൈഡിലോട്ട് 5ഉം അങ്ങനെ ടോട്ടൽ 10 ട്രാക്കാണ് കോഴിക്കോട് ബൈപ്പാസിലുള്ള ടോൾ ഗേറ്റ് വരുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളി, ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒറ്റ ലൈനിലുള്ള 10 ട്രാക്ക് അങ്ങനെയല്ല കോഴിക്കോട് ബൈപ്പാസിൽ വരുന്നത്. കണ്ണൂർ, വടകര ഒക്കെ ഉള്ളതുപോലെ 5ഉം 5ഉം അങ്ങനെയാണ് കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ ഗേറ്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ആർച്ച് ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ ആഹാ ഇവിടെ മലപ്പുറത്ത് അതേപോലത്തെ ഒരു ടോൾ ഗേറ്റ് ആണ് അല്ലെങ്കിൽ ടോൾ പ്ലാസയാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെയല്ല കാര്യം. ഇത് ഒരു പ്രത്യേക ആർക്കിടെക്ട്, അതായത് കേരള ഡിസൈനിലാണ് ഇവർ ടോൾ പ്ലാസ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് കേരളത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, പാരമ്പര്യമായിട്ടുള്ള ഒരു നിർമ്മാണ രീതി. ഇപ്പോൾ ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പണ്ടത്തെ ആ ഒരു ആ ഓടിൻ്റെ ഒരു ആർച്ച് രൂപം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിലാണ് ഇവിടുത്തെ ടോൾ ബൂത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രീ ആണ്. ഇതിൽ 2, ഇതിൽ 2. അത് അങ്ങനെ ട്രാഫിക്കിന് ഒഴിച്ചിടും കേട്ടോ. അതിങ്ങനെ ട്രാഫിക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ വേണ്ടി ആ ട്രാഫിക് ഒഴിച്ചിടും. മേലെ ഫുള്ള് റൂമും കാര്യങ്ങളും കൺട്രോൾ റൂമും കാര്യങ്ങളൊക്കെ വരും. മേലെ കേരള ഡിസൈൻ, അതായത് നമ്മളൊരു കേരളത്തിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതായത് അമ്പലത്തിൻ്റെ ഒരു ആ ഒരു ഇതില്ല, ഒരു ആർച്ച് രൂപമായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇതേപോലെ അപ്പുറത്തുണ്ടാകും, പക്ഷെ അപ്പുറത്ത് ഫുള്ളായിട്ടുണ്ടാവില്ല, പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഫ്രീ ആയിട്ടിടും ആ ഒരു സൈഡ്. പിന്നെ ബൈക്കിനും കാര്യങ്ങളൊക്കെ കൈക്കൂടെ പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ചിടും. അപ്പോൾ പറഞ്ഞെന്തെങ്കിലും എനിക്ക് മനസ്സിലായോ? കേരള ആർക്കിടെക്ട് ആ ഒരു ഡിസൈനിലാണ് ടോൾ ബൂത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ 5, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 2, 2, 1, അതായത് മൊത്തം 6ആണ്. പക്ഷെ ആ ഒരു അവസാന ഇതുണ്ടല്ലോ, അവസാന 2 വലിയ വാഹനങ്ങൾക്ക്, ഭാരമുള്ള വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് 1ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ ഇത് ഫ്രീ ആയിട്ടുണ്ടാവും കേട്ടോ. അതായത് നമ്മളെ കഴക്കൂട്ടം ബൈപ്പാസ്, അതേപോലെ കണ്ണൂർ, വടകര, മുക്കാളി ഭാഗത്തൊക്കെ ടോൾ ഗേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനിലാണ് ഇവിടെയും നിർമ്മിക്കുന്നത്. അല്ലാതെ KNR നിർമ്മിച്ചതുപോലെ ഒറ്റ ട്രാക്കിലല്ല ടോൾ ഗേറ്റ് നിർമ്മിക്കുന്നത് കേട്ടോ. ഈ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമാണ് ഇപ്പം ഇനി കുറച്ചധികം പണികളുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് PQC റോഡായിരിക്കും വരിക. വൈറ്റ് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ റെസ്റ്റ് റൂമിൻ്റെ വൈറ്റ് ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷമാണ് റെസ്റ്റ് റൂമുള്ളത് കേട്ടോ. ആ സൈഡിൽ വേറെ റെസ്റ്റ് റൂമും ഈ സൈഡിൽ വേറെ റെസ്റ്റ് റൂമും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് റോഡായിരിക്കും. ട്രാഫിക് ഉള്ള ഭാഗത്ത്, അതായത് ട്രാഫിക് വാഹനങ്ങൾ പോകുന്ന ഭാഗത്ത് PQC റോഡല്ല, ബിറ്റുമിൻ റോഡാണ്. അപ്പോൾ അത് രണ്ടും 2ആയിട്ടാണ്. അപ്പോൾ ആദ്യം അവിടെ ഒരു ബിറ്റുമിൻ റോഡ് കാണുമ്പോൾ ആൾക്കാർ വിചാരിച്ചു പിന്നെ ഇവിടെ ബിറ്റുമിൻ റോഡ് ഉണ്ടാക്കി, പിന്നെ എങ്ങനെ ഇവിടെ ടോൾ ഗേറ്റ് വരുന്നത്. അപ്പോൾ 2, 2, 1 അങ്ങനെയാണ് ടോൾ ഗേറ്റ് വരുന്നത് കേട്ടോ. മാമ്പുഴ പാലം തുറന്നു കൊടുത്തിട്ടുണ്ട്, കുറേ കാലമായി തുറന്നു കൊടുത്തിക്കണേ. എന്താ സുഖം തരോ. അറുപുഴ പാലം ഇവിടെ അടുത്ത് തുറന്നു കൊടുക്കും. അറുപുഴ പാലത്തിൽ മാത്രമാണ് കോഴിക്കോട് ബൈപ്പാസിൽ ഇപ്പം നല്ല തിരക്കുള്ളൂ. മലാപ്പറമ്പ് അടിഭാഗം തുറന്നു കൊടുത്തപ്പോൾ ആ ഒരു ട്രാഫിക്കൊക്കെ ഒഴിവായിട്ടോ. ഇപ്പം നല്ല സുഖമാണ് ഈ കൂടെ പോകാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ടോൾ ഗേറ്റ് വരുന്നത് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. പിന്നെ മാമ്പുഴ പാലത്തിൻ്റെ മറ്റേ സൈഡിലുള്ള പണി തൽക്കാലം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. പുതിയ പാലവും അതേപോലെ നിലവിലുള്ള 2 വരി പാലവും അങ്ങനെ ട്രാഫിക് തുറന്നു കൊടുത്തതിന് ശേഷമായിരിക്കും പിന്നെ അവിടുത്തെ പണികൾ നടത്തുക. അപ്പോൾ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കോഴിക്കോട് ബൈപ്പാസിൽ ഈ ഒരു ഡിക്കാത്തലോൺ കഴിഞ്ഞതിന് ശേഷമാണ് ടോൾ ഗേറ്റ് വരുന്നത്. അതായത് ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പ്. ഹൈലൈറ്റ് മാളിലേക്ക് പോകുമ്പോൾ ടോള് കൊടുത്ത് പോകണം. അപ്പം മറ്റേ 5 എവിടെയാണ് വരുന്നത് എന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരു ചോദ്യം ഉണ്ടാകും. ഇവിടെ ഉണ്ടെങ്കിലേ ഇവിടെ കോൺക്രീറ്റ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള ടോൾ ഗേറ്റ് ഇവിടെയായിരിക്കും വരിക. ഇവിടെ ഫുള്ളായിട്ട് ആ ആർച്ച് ഉണ്ടാവില്ല കേട്ടോ.
അതായത് നമ്മൾ ആ ഒരു ഭാഗത്ത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആ സൈഡിലുള്ളത് പോലത്തെ കേരള മോഡലുള്ള മൊത്തത്തിലുള്ള ആർച്ച് റോഡിന് കുറുകെ ഉണ്ടാവില്ല. ഇവിടെ ആകെ 5 ട്രാക്ക്, അതായത് 6 ട്രാക്ക് ഉണ്ടാകും. ഒന്ന് വലുതായിട്ട് ഒഴിച്ചിടും, വലിയ വാഹനങ്ങൾക്കും വലിയ ട്രക്ക് ഉണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒഴിച്ചിടും. അപ്പോൾ ഇവിടെയാണ് മൊത്തത്തിൽ ആ ഒരു ആർച്ച് ഉണ്ടാവുകയുള്ളൂ. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ടോൾ ബൂത്തിൻ്റെ അവിടെ ഇതേപോലെ മൊത്തത്തിൽ ആർച്ച് ഉണ്ടാവില്ല. ആ ഒരു 6 ട്രാക്ക് അല്ലെങ്കിൽ 5 ആ ഒരു പകുതി ഭാഗം ഉണ്ടല്ലോ അതുവരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ 4 ഫാസ്ടാഗും 1 ക്യാഷ് ബൂത്തും, അങ്ങനെയാണ് ടോൾ വരുന്നത് കേട്ടോ, പ്രത്യേകം ഓർമ്മയിലുണ്ടായിക്കോട്ടെ. പിന്നെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ മക്കളെ മലാപ്പറമ്പിലുള്ള ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമായിട്ടുണ്ട്. കാരണം ദീർഘദൂര യാത്രക്കാർക്ക് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കുള്ളൊരു സ്ഥലമായിരുന്നു മലാപ്പറമ്പ് ജംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം തുറന്നെടുത്തുകൊണ്ട് മലാപ്പറമ്പ് മുകളിലും അധികം ബ്ലോക്കില്ല. ഏതായാലും നല്ലൊരു അപ്ഡേറ്റ് ആണ്. ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഏപ്രിൽ 15, 2025 എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് തുറന്നു കൊടുത്തെന്ന് തോന്നുന്നു. ഏതായാലും മലാപ്പറമ്പ് ഓവർപാസ് തുറന്നു കൊടുത്തപ്പോൾ വലിയ കിട്ടലായിക്കണം. അടിയിലൂടെ വാഹനങ്ങൾ കേട്ടോ. മുകൾ ഭാഗം ഒരുപാട് കാലം മുമ്പ് തുറന്നു കൊടുത്തതാണ്, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തുറന്നു കൊടുത്തതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ 2 സൈഡിലും മണ്ണെടുക്കുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഒരു സൈഡിൽ മാത്രമാണ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. DBM ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ, അതായത് ക്രാഷ് ബാരിയറിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അതേപോലെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ കുറഞ്ഞ രീതിയിൽ, അതായത് കുറച്ചല്ല ഏകദേശം ഒരു 2 ആഴ്ചത്തെ പണി ഉണ്ട്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇനി ഈ ഒരു റീച്ചിൽ KMC കമ്പനിക്ക് ബാക്കിയുള്ളൂ. അതിൻ്റെ മുമ്പ് തീരുമെന്നറിയില്ല. ഏതായാലും ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പെട്ടെന്ന് പണികൾ തീർക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ കണ്ടങ്ങൾ ഒരു സൈഡിൽ മാത്രമാണ് മണ്ണെടുക്കുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുള്ളൂ. അതേപോലെ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തും കുറച്ച് മണ്ണെടുക്കാനുണ്ട്. RE വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ കഴിഞ്ഞതാട്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴേ ഇവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് ട്രാഫിക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. അതായത് ഇവിടുന്ന് എല്ലാം ഒരു ട്രാക്കിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെയാണ് ഇന്നലെയാണ് വിഷുവിൻ്റെ തിരക്ക്, അതേപോലെ വെക്കേഷൻ സമയം. ഈ ഒരു മലാപ്പറമ്പ് ഭാഗത്ത് കുറച്ച് കൊല്ലം, അതായത് ഇപ്പോൾ 2010 ശേഷമാണല്ലോ കേരളത്തിൽ വാഹനങ്ങൾ കൂടിയിട്ടുള്ളത്. ആ ഒരു വാഹനം കൂടിയതിനു ശേഷം ഇതേപോലെ തിരക്കില്ലാത്തൊരു വൈകുന്നേര സമയം മലാപ്പറമ്പ് നിങ്ങൾ എന്തെങ്കിലും കണ്ടിരുന്നോ? ആ കൊറോണ സമയം അല്ലാതെ ഹർത്താലോ അങ്ങനെ എന്തെങ്കിലും വരാതെ ഇത്രയും തിരക്കില്ലാത്തൊരു സമയം. പണ്ട് നിങ്ങൾ അടിയിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയപ്പോൾ മലാപ്പറമ്പിൽ തിരക്കില്ല. സെറ്റ്. ഏതായാലും ആ ഒരു വെള്ളത്തിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ പണികൾ തീർക്കാൻ KMC കമ്പനിക്ക് സാധിച്ചത്. അതേപോലെ വെങ്ങേരി ഓവർപാസ് 2 സൈഡും തുറന്നു കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ ഇങ്ങനെ 100-ലും 110-ലും ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം 100-ലും 110-ലും പോകുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അണ്ടർപാസിൻ്റെ പേരിലൊക്കെ കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. സൂത്തിങ് സഫർ എന്ന് പറയുന്ന 10 വർഷം വരെ വാറൻറ്റി ഉള്ള ഒരു കളറാണ് ഇതിൽ അടിച്ചിട്ടുള്ളത്. പിന്നെ എക്സിറ്റിൻ്റെ ഭാഗത്ത് ഇവിടെ എക്സിറ്റുള്ള സ്ഥലം കേട്ടോ, ഇവിടെ ഉണ്ടെങ്കിൽ നോ യു ടേൺ, അങ്ങനെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെക്കുന്ന പണികളാണ് ഇപ്പോൾ KMC കമ്പനി തകൃതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെർജിങ് മാർക്കിംഗ് ഇതുവരെ എവിടെയും നടന്നിട്ടില്ല കേട്ടോ. അതായത് ഈ ബൈപ്പാസിലെ എക്സിറ്റും എൻട്രിയും വേറെ ഇതുവരെ മാർക്ക് ചെയ്തിട്ടില്ല. യു ടേണും കാര്യങ്ങളുള്ള ആ ബോർഡും സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാർ എങ്ങനെ ടോൾ കട്ട് ചെയ്ത് പോകാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ടോൾ പറഞ്ഞാൽ ഈ ഒരു സംഭവം അതൊക്കെ രാജ്യവിരുദ്ധമായി, അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊന്നും പോണോൽക്ക് ടോൾ കൊടുത്തു പോകാം. പിന്നെ ടോളിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നല്ല സുഖ സൗകര്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും ടോൾ കൊടുത്തേ പോകുള്ളൂ. ഒരു 90-110 കൊടുത്തുകയെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പോകാം. അതഞ്ഞ് ചിന്തിക്കുള്ളൂ. ഭാവി തലമുറ എന്തായാലും പൈസ ജോലി ചെയ്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാം, ആ സമയം നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് എല്ലാവരും ടോൾ കൊടുത്ത് അങ്ങനെയൊക്കെ പോകുള്ളൂ. ഞാൻ ടോളിനെ പ്രോത്സാഹിപ്പിക്കല്ല, എല്ലാ രാജ്യത്തും ടോളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പൂളാടിക്കുന്ന് മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പൂളാടിക്കുന്ന് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ആകുക. ആ കണ്ട ഒരു എക്സിറ്റ് ഉണ്ടല്ലോ, അവിടുന്ന് എക്സിറ്റ് ആകട്ടോ. കുറ്റ്യാടി പേരാമ്പ്ര ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ അവിടുന്ന് എക്സിറ്റ് ആകണം. അപ്പോൾ ടോളിനെ പറ്റി പറഞ്ഞതെന്താ വെച്ചാൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതാട്ടോ മെർച്ചിങ് പോയിന്റ്. പൂളാടിക്കുന്ന് കുറ്റ്യാടി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്നുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് അങ്ങനെ പോകാം. അപ്പോൾ ഇവിടെ ഏതായാലും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബ്ലോക്കും കഴിഞ്ഞിട്ടോ. കോഴിക്കോട് ബൈപ്പാസിൽ ഓരോ സ്ഥലത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ടോളിനെ കുറിച്ചിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ടോൾ പിന്നെ കേരളത്തിൽ നല്ല രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്.
നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും ചിലവർ വിചാരിച്ച അത്ര കിട്ടിയിട്ടില്ല, എന്നാലും നല്ല രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൈസയ്ക്ക് ഈടാക്കുന്നത് വരെ നല്ല രീതിയിൽ ടോൾ കൊടുക്കേണ്ടി വരും കേട്ടോ. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സൗകര്യമുള്ള റോഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടോളും കൊടുക്കേണ്ടി വരും. ടോളിനെ പറ്റി പറയാനുള്ള എന്താ വെച്ചാൽ 2023-2024 പകുതി വരെ ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1 GB അല്ലെങ്കിൽ 1.5 GB ഒക്കെ ഉള്ള ഫയൽ അപ്ലോഡ് ചെയ്യാൻ അന്നത്തെ 4G നെറ്റ്വർക്കിൽ എനിക്ക് വേണ്ടി വന്ന സമയം എന്താ വെച്ചാൽ 30 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 45, ഏകദേശം 1 മണിക്കൂർ. ചില സ്ഥലത്തൊക്കെ എത്തിക്കാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അങ്ങനെ ഇപ്പോൾ എയർടെൽ 5G ആണ്. അപ്പോൾ നമ്മളെ ഏരിയയിലൊക്കെ നല്ല റേഞ്ചാണ് എയർടെലിന് കേട്ടോ. അപ്പോൾ എയർടെലിൻ്റെ 5G 1.5 GB അല്ലെങ്കിൽ 1 GB ഉള്ള ഫയൽ അപ്ലോഡ് ചെയ്യാൻ 10 മിനിറ്റിൽ താഴെ സമയം മതി. ഡൗൺലോഡിങ്ങിൻ്റെ സ്പീഡല്ല നോക്കല്, അപ്ലോഡിങ് കേട്ടോ. അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും വേറെ സ്പീഡാണ്. അപ്പോൾ 1.5 GB ഉള്ള ഫയൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ 10 മിനിറ്റിൽ താഴെ സമയം മതി. അപ്പം ഞാൻ ഇനി 4Gക്ക് പോകുമോ അല്ലാന്നുണ്ടെങ്കിൽ 5Gയിൽ നിന്ന് 6G അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് ആകാനോ ഞാൻ നോക്കുക. അതേപോലെയാണ് അവസ്ഥ. സൗകര്യങ്ങളും സുഖവും കൂടുമ്പോൾ ആൾക്കാർ ആ സുഖം തേടിപ്പോകും. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് തിരിയുന്ന ആൾക്കാർക്ക് ചിലപ്പം പെട്ടെന്ന് തിരിയും, തിരിയാത്തവരിങ്ങനെ അന്തം വിട്ട് മേപ്പെട്ട് നോക്കിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു നല്ല സുഖമായിട്ട് പോകുന്ന റോട്ടിൽ നിന്ന് പെട്ടെന്ന് ട്രാഫിക്കും അതേപോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇടുങ്ങിയ റോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കൽ എന്താ, എന്തിനാ പൈക്കൂടെ അങ്ങനെ ഇടങ്ങേറായി പോകണം, ഇതിൽ കൂടെ തന്നെ ഉണ്ട് പോകാം. അത്യാവശ്യം നല്ല രീതിയിൽ ശമ്പളമുള്ള ഒരാൾക്ക് 90-110 പോലുള്ളൂ, അത് നമുക്ക് പിന്നെ ഉണ്ടാക്കാം. പക്ഷെ ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് അയാൾക്കൊരു ഗുണം ചെയ്യും. അപ്പം ഞാൻ പൊതുവെ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ചിന്താഗതിയിലുള്ള ആൾക്കാർക്കൊക്കെ ടോളൊരു പ്രശ്നമാവില്ല. കാരണം നല്ല രീതിയിൽ ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രശ്നമാവില്ല. പക്ഷേ ഈ ജീവിതാവസാനം വരെ, അതായത് മരണം വരെ വലിയ പൈസ ടോളായിട്ട് പിരിക്കാന്നുണ്ടെങ്കിൽ ഇത് നല്ല ലാഭമുള്ള ബിസിനസ് ആകും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ശതമാനമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറക്കണം. എന്നാലും ഇതുകൊണ്ട് ഒരു പൗരന്മാർക്ക് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. മറ്റേത് ഫുള്ളായിട്ട് ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയാൽ നഷ്ടം തന്നെയാണ്. ഏതായാലും പൂളാടിക്കുന്നിനെ പറ്റി പറയാൻ വിട്ടു. പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ കണ്ടില്ല ഞങ്ങൾ, അതേപോലെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങിയപ്പോൾ മലാപ്പറമ്പിലുള്ള ട്രാഫിക് ഒഴിവായി. അതേപോലെ പൂളാടിക്കുന്ന് മേൽപ്പാലത്തിൻ്റെ 2 സൈഡിലും മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് കൂടെയാണ് ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത്. കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും വലിയ 3ാമത്തെ ഫ്ലൈ ഓവറാണ് ഈ ഒരു പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ കേട്ടോ. നല്ല വേഗത്തിലാണ് പൂളാടിക്കുന്ന് മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കാന്നുണ്ടെങ്കിൽ ഒന്നണ്ട് ലൈക്ക് അടിച്ചൊക്കെ വേണ്ടി. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുക്കുന്നുണ്ടെങ്കിൽ ഒന്നണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോട്ടോ. ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.